കുഴപ്പമില്ല ബ്രോ, നിരാശയായിട്ടൊന്നുമില്ല, കുഴപ്പമില്ല. ത്രില്ലർ സ്വഭാവമുള്ള സിനിമയാണ്. സ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരുപാട് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറേ സാധനങ്ങളുണ്ടായിരുന്നു. കുറേ ക്ലീഷേ ബ്രേക്കിംഗ് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ആക്ഷൻ കൊള്ളായിരുന്നു, ടെക്നിക്കൽ എലമെന്റ്സ് കൊള്ളായിരുന്നു, ആക്ടിങ് നൈസ് ആയിരുന്നു. ടൊവിനോന്റെ ഫൈറ്റ് സീൻ, ഇതിൽ ഒരുപാട് ഫൈറ്റ് സീൻ ഇല്ല, ഒന്ന് രണ്ട് ഫൈറ്റ് സീനേ ഉള്ളൂ. രണ്ട് ഫൈറ്റ് സീൻ നൈസ് ഫൈറ്റ് സീൻസാണ്. ബിജിഎം കൊള്ളായിരുന്നു, ക്യാമറ വർക്ക് നൈസ് ആയിരുന്നു, എഡിറ്റിങ്ങും കൊള്ളായിരുന്നു. ചമ്മൻ ചാക്കോണ്ട് എഡിറ്റിംഗ് ചെയ്തേക്കണം, നൈസ് ആയിരുന്നു. പടം കൊള്ളായിരുന്നു ബ്രോ. എടുത്ത് പറഞ്ഞാൽ ടോവിനോയുടെ ലുക്കും പിന്നെ ഡയലോഗ് ഡെലിവറി ഒക്കെ നൈസ് ആയിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫ് എനിക്ക് കൂടുതൽ വർക്ക് ആയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോഴത്തെ ആക്ഷൻ സീൻസ് ഒക്കെ കൂടുതൽ വരുന്നുണ്ട്. നല്ലൊരു കാർ ചേസ് സീനൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സ് നൈസ് ആയിരുന്നു. നന്നായിരുന്നു. ഫൈറ്റ് സീൻസ് ആയാലും അതിന്റെ വർക്കായാലും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വർക്കൗട്ടായി. നൈസ് മൂവി. വില്ലൻ ക്യാരക്ടറും സൂപ്പർ. കുറെ കാലത്തിന് ശേഷം ഫോറൻസിക് പോലത്തെ ഒരു മൂവി കാണാൻ പറ്റി. റേറ്റിംഗിൽ 5-ൽ 4 കൊടുക്കാം. ഇത് പറയാനുണ്ടായിരുന്നു അഭിനയം തന്നെ. എല്ലാവരും പക്ക, ഒന്നും ഒഴിവാക്കാൻ പറ്റുന്നൊരു ഒന്നുമില്ല അതില്. ഒക്കെ പക്കായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സിനിമ സൂപ്പർ ആയിരുന്നു കേട്ടോ. ഞാൻ ഈ ടൊവിനോന്റെ എൻട്രി മാസൊക്കെ ആയിരുന്നു. പിന്നെ ട്വിസ്റ്റ് സെക്കൻഡ് ഹാഫിൽ നല്ല അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഇവർ ഈ ട്വിസ്റ്റ് എല്ലാം തുടങ്ങി വെച്ചിട്ട് ലാസ്റ്റ് സെക്കൻഡ് ഹാഫിലാണ് ഇവരെല്ലാം കൊണ്ട് ഫിനിഷ് ചെയ്യുന്നത്. അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. എല്ലാവരും കാണാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. എടുത്ത് പറയാൻ അതിൻ്റെ എന്താ പറയാനാ, ആ മാസ് എൻട്രി അതൊക്കെയാണ് എടുത്ത് പറയാനുള്ളത്. കുഴപ്പമില്ല. ക്ലൈമാക്സ്, ആക്ഷൻ സീക്വൻസ് അതൊക്കെ നൈസായിരുന്നു. അറിയില്ല, ഞാൻ അത്രയ്ക്കൊരു തൃപ്തനല്ല. ഓക്കേഷ് ആണ്. ഓവറോൾ നോക്കിയാൽ പടം കൊള്ളാം, കുഴപ്പമില്ല. പിന്നെ തൃശ്ശൂർ നടി മലയാളത്തിൽ വന്ന് ഇങ്ങനൊരു പടം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ പാത്വാസിൽ മറ്റു പടങ്ങൾ ചെയ്തോ അല്ല, ആ ഒരു സംഭവം എനിക്ക് ഇമ്പോർട്ടൻസ് ഇല്ല പുള്ളിക്കാരി. പിന്നെ വയസ്സ് കൊള്ളാം. ലുലുമോൾ പുള്ളി കഴിഞ്ഞ കുറച്ച് പ്രൊമോഷൻ വന്നപ്പോൾ പറഞ്ഞിരുന്നു അവസാനം 40 മിനിറ്റോളാം. എല്ലാവരും പറയും ഇങ്ങനെ കൊണ്ടുവന്നു, പക്ഷേ വലിയ പൊളി പ്രതീക്ഷിക്കുന്ന അത്യാവശ്യം കൊള്ളാം. അത് നന്നായിട്ട് പണിയെടുത്തു. ക്യാമറ വർക്ക് നന്നായിട്ടുണ്ട്. അഭിനയമാണെങ്കിൽ ടോവിനിക്ക് ഒരു റിവീലിംഗ് സീനുണ്ട്. പുള്ളി ആരാ എന്താണ് ജനനമല്ലി പൃഥ്വിരാജിനെ പോലെ ആ ഒരു സാധനം കൊള്ളാം. അത്രേ ഉള്ളൂ. ഇൻവെസ്റ്റേഷൻ ചിലടത്ത് ക്ലീശ ബ്രേക്കിംഗ് ഉണ്ട്, പക്ഷെ ക്ലീശ കാര്യങ്ങളുണ്ട്. തമനല്ല പേര് തൃശ്ശൂർ ഇതിൽ വരേണ്ട ആവശ്യമില്ല. മീൻസ് പുള്ളിക്ക് നല്ല അഭിനേതാവാണ്, പക്ഷേ ഇമ്പോർട്ടൻസ് ഇല്ല നമ്മളെ മറ്റേ ഈ സിനിമ പോലെ. പക്ഷെ അതിന്റെ ഒരു പ്രശ്നമായിട്ട് തോന്നിയപ്പോഴും ആ ഒരു 2003 കാണുന്ന ഹോളിവുഡ് പടങ്ങളുടെ ആ ഒരു ത്രെഡ് തന്നെയാണ്. നമുക്ക് അതൊരു ഇന്റർവെല് കഴിയുന്നവരെയൊക്കെ പക്ക ക്ലീശയായിട്ട് തോന്നും. ലാസ്റ്റ് വരുന്ന ഫൈറ്റും അങ്ങനത്തെ സംഭവങ്ങൾ ക്ലൈമാക്സിലോട്ട് എത്തുമ്പോഴത്തേക്ക് നമ്മൾ മുമ്പ് കണ്ട് പരിചയിച്ച ഒരു സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നുമില്ല ഹോളിവുഡ് ലെവലിൽ. പക്ഷെ നമ്മുടെ മോളിവുഡ് ആ ഒരു ലെവലിലേക്ക് എത്തി എന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. എന്തായാലും വർത്ത് വാച്ചാണ്. നമുക്ക് ടിക്കറ്റ് എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ബോറടിപ്പിക്കാത്ത എന്റർടൈനിങ് പടമാണ്. എബവ് ആവറേജ്. ഇപ്പോൾ ടൊവിനോയുടെ പെർഫോമൻസ് തന്നെയാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വേറെ എന്ന് വെച്ചാൽ ഇപ്പോൾ വില്ലനായിട്ട് വരുന്ന അയാളുടെ ആ ഒരു ചാം ടൊവിനോയ്ക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും ആ ഒരു കോമ്പിനേഷന്റെ ചാം ഭയങ്കര ഇതായിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് വർക്കൗട്ടായി. അതുപോലെ പടം ഭയങ്കര എന്റർടൈനിങ് ആണ്. നമുക്ക് കണ്ടോണ്ടിരിക്കാം. ക്ലീശയാണെങ്കിലും ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് ഡയലോഗൊക്കെ നമുക്ക് ക്ലീശയായിട്ട് തോന്നും. എന്നാലും എന്റർടൈനിങ് ആണ്. ഒരു വൺ ടൈം നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നതാണ്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എടുത്തു പറയാനായിട്ട് സിനിമ മെജോറിറ്റി വയലൻസ് ഉണ്ട്. നല്ല സിനിമയാണ്, സൂപ്പറായിട്ട് നല്ല രസം. നല്ല രസമുണ്ടായിരുന്നു. ടൊവിനോയുടെ ആക്ടിങ് ആണെങ്കിലും എല്ലാവരും, തൃഷ എല്ലാവരും അടിപൊളിയായിരുന്നു. യെസ് ഓഫ് കോഴ്സ്. ടൊവിനോ അടിപൊളിയായിരുന്നു, പ്രത്യേകിച്ച് എടുത്തു പറയാണെന്നുണ്ടെങ്കിൽ. പിന്നെ തൃഷ ഓൾമോസ്റ്റ് എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തത്. നമ്മളിതുവരെ കണ്ടില്ലാത്തൊരു പ്രത്യേക ഒരു സസ്പെൻസ് ഇതൊക്കെ ഉണ്ട്. കൊള്ളാം, പടം കൊള്ളാം. നന്നായിട്ടുണ്ട്.